ഹായ്, ഇതെനിക്ക് വേണ്ടിയിട്ട് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന കട്ടിങ് വീഡിയോ ആണുള്ളത്. നോർമൽ കുർത്തിയാണ്, കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന് ഏത് തരത്തിലായാലും ഓൺലൈൻ വഴിയായാലും ഇൻസ്റ്റാഗ്രാം വഴിയായാലും ഫേസ്ബുക്ക് വഴിയായാലും എല്ലാം നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എവിടെയാണെന്ന് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പിലെല്ലാം ചില സ്ഥലത്ത് ബണ്ടിലല്ലാണ്ട് നമുക്ക് ലൂസായിട്ട് മെറ്റീരിയൽ എല്ലാം കിട്ടും. അതിൽ നിന്നൊരു 5 പീസോ അല്ലെങ്കിൽ 10 പീസോ എടുത്തിട്ട് നമുക്കൊരു നൈറ്റി ആയാലും അല്ലെങ്കിൽ കുർത്തി ആയാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുർത്തിക്കെല്ലാം ആകുമ്പോൾ നമ്മളൊരു ഇത്ര മീറ്റർ എന്ന് പറയണം. നൈറ്റിക്കെല്ലാം ഓരോ ബിറ്റ് കിട്ടുമല്ലോ, 5 അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് അറിയുന്ന കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാർക്കോ എല്ലാം കൊടുത്തു ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. പക്ഷേ ആദ്യമെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ആർക്കും അത്ര വിശ്വാസമൊന്നും ഉണ്ടാവില്ല. ശരിയാവോ, നല്ല തുണിയായിരിക്കുമോ, അതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളിരുന്ന് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അന്നേരം പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫേസ്ബുക്ക് വഴിയെല്ലാം കുറച്ച് ആദ്യം നമ്മൾ ഇട്ടപാടും നമുക്കൊരു റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും എല്ലാം വന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഫേസ്ബുക്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടതെല്ലാം കുറച്ചെല്ലാം ഇങ്ങനെ ഇട്ട് ഞാൻ വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും ചെയ്തതല്ല. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എനിക്ക് ഫേസ്ബുക്ക് വഴി സെയിൽ നടന്നിനു. പിന്നെ ഞാൻ ഇൻസ്റ്റയിലും എനിക്ക് അങ്ങനെ നടന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഷോപ്പിലേക്ക് അങ്ങനെ ചോദിച്ചു നോക്കണം. ഷോപ്പിൽ ചോദിച്ചാലും ചില ഷോപ്പിൽ അവർ തന്നെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണ്ടാന്ന് പറയും. ചില ആൾക്കാർ പറയും നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറയണം, ഞാൻ കുറച്ച് പീസ് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് തരാം, നിങ്ങൾക്ക് ചിലവായിട്ടില്ലേ നമ്മൾ തിരിച്ചെടുക്കും എന്നുള്ളതിൽ കൊടുത്താൽ ചില ആൾക്കാരത് വാങ്ങും. നമ്മളത് ഭാഗ്യം കൊണ്ട് അത് ചില സെയിലായി കിട്ടിയാൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പിന്നെ ഓർഡർ കിട്ടും. നമ്മളിതെല്ലാം വീട്ടിൽ നിന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയാൽ നമുക്കിതൊന്നും നടക്കുകയില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ട് മൊത്തം ചിന്തിച്ച് നോക്കും, അയ്യോ വാങ്ങിയാൽ നഷ്ടമാവുമോ, അല്ലെങ്കിൽ അത് അവർ വാങ്ങുമോ, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുമോ, അങ്ങനെയെല്ലാം ചിന്തിച്ചിരുന്നാൽ നമുക്കൊന്നും നടാനും പറ്റില്ല. പേടിച്ചിരിക്കലേ ഉണ്ടാവും. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയേണ്ടത്, നഷ്ടവും ഉണ്ടാവും നേട്ടവും ഉണ്ടാവും. ആദ്യം നഷ്ടമായിരിക്കും ഉണ്ടാവുക. നഷ്ടം കാണുമ്പോൾ നമ്മൾ പേടിച്ച് ബാക്കോട്ട് നിൽക്കുകയല്ല വേണ്ട, മുമ്പോട്ട് തന്നെ പോവുക. നമ്മൾ ഒരുപാട് പൈസ ഇട്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ട് തുടങ്ങി നമ്മളെ ബിസിനസ്സിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റം വരുത്തിയിട്ട് കൊണ്ടുവരിക എന്നല്ലാണ്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഇറക്കേണ്ടതേ ഉള്ളൂ. അങ്ങനെ ഇട്ടാലാണല്ലോ നമുക്ക് കൂടുതൽ ടെൻഷൻ ആകുക, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അന്നേരം നമുക്ക് ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലക്ക് തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മടിച്ചിരുന്നിട്ട് ഷോപ്പിലൊന്നും പോയി ചോദിക്കാണ്ടിരുന്നാലും നമുക്കൊന്നും ഇതാക്കാനും കഴിയില്ല. പക്ഷേ ഷോപ്പുകാരെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അവർ റെഡി ക്യാഷ് തരില്ല. അവർ സെയിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അവർ ക്യാഷ് തരും. അവർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ അടുത്ത് നമ്മൾ ഡ്രസ്സ് നമ്മൾ കൊടുത്തത് നല്ലോണം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളോട് ഇനി വീണ്ടും അത് നമുക്ക് തന്നേന്ന് ഇനി ഇത്ര ഓർഡർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വരികയും ചെയ്യും. ഞാൻ ആദ്യമെല്ലാം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഓർഡറെല്ലാം കിട്ടി. പിന്നെ എനിക്ക് അതും ചെറിയ തിരുമോൻ്റെ പ്രഗ്നൻ്റ് ആയ ടൈം നിർത്തേണ്ട വന്ന് പിന്നെ ഞാനത് വീണ്ടും തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.